ഇതിലിരിക്കുന്ന ആദരണീയനായ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മുടെ മന്ത്രിമാരായ അഡ്വക്കേറ്റ് ശംസുദ്ദീൻ സാഹിബ്, മറ്റു വേദിയിലിരിക്കുന്ന നേതാക്കളെ, ഗ്ലോബൽ KMCCയുടെ സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ KMCC സ്വാഗത പ്രാസംഗികൻ നസീം സാഹിബ് സൂചിപ്പിച്ചതുപോലെ 4ാമത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സേവനരത്ന പുരസ്കാര ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ഈ ചടങ്ങ് നമുക്ക് ഈ 4ാമത് സേവനരത്ന പുരസ്കാരം നൽകാൻ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക്, നമ്മുടെ ഹരിത പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന തങ്ങൾക്ക് തന്നെ കൊടുക്കാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട തങ്ങളെ, ഈ ഒരു പുരസ്കാരം, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഒരു പുരസ്കാരം നിങ്ങളുടെ പ്രവർത്തനത്തിനും നിങ്ങളുടെ സമർപ്പണത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും പകരമാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ ഒരു പുരസ്കാരം പെരുവള്ളൂർ പഞ്ചായത്തിലെ ഞങ്ങളുടെ സ്നേഹമാണ് നിങ്ങൾക്ക് ഈ നൽകുന്നത്. തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളെല്ലാം അനുഭവിച്ചവരാണ്. ഞാനൊരു ചെറിയൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. നോർത്ത് അമേരിക്കയിലെ ഒരു എയ്തി എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ ഒരു അപാരമായ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ സകലതും നശിച്ച സമയത്ത് ഒരു സ്കൂൾ കെട്ടിടം നശിച്ചപ്പോൾ ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്, ദിവസങ്ങളോളം നിൽക്കുകയാണ്. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അപ്പോഴും അവിടെയുള്ള ബാക്കിയായ നാട്ടുകാർ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നാര മകള് പഠിച്ച സ്കൂളാണിത്, ഇവിടെ ആ സ്കൂളാണ് തകർന്നിരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രക്ഷാപ്രവർത്തകരെത്തി അവിടെ മണ്ണുകളൊക്കെ മാറ്റിയപ്പോൾ 3 കുട്ടികൾ അവിടെ രക്ഷപ്പെടുകയാണ്. ആ 3 കുട്ടികൾ രക്ഷപ്പെട്ട കുട്ടികളോട് BBC ഇവിടെ ചാനലിൻ്റെ ലേഖകൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര ദിവസം ആ തകർന്ന കെട്ടിടത്തിൽ നിന്നപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരുന്നു എന്ന്. ആ കുട്ടികൾ മൊത്തം ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രതീക്ഷ ഇവളുടെ അച്ഛൻ ഞങ്ങളെ രക്ഷിക്കാൻ വരും, ഞങ്ങളെ കാത്തു നിൽക്കുണ്ടാവുമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ദിവസങ്ങളോളം ആ തകർന്ന കെട്ടിടത്തിനുള്ളിൽ കിടന്നത് എന്ന് ആ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞപ്പോൾ, ആ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരള ജനത എന്ത് പ്രശ്നമുണ്ടെങ്കിലും, പ്രളയമുണ്ടെങ്കിലും, ഭൂകമ്പമുണ്ടെങ്കിലും, എന്ത് പ്രശ്നമാണെങ്കിലും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ ഘട്ടത്തിലൊക്കെ ഓർക്കുന്നൊരു പേരാണ് പണക്കാട് വലിയ തങ്ങൾ. ആ തങ്ങൾ സമാധാനത്തിൻ്റെ ദൂതുമായി അവിടെ പാഞ്ഞെത്തും. അതാണ് ഞങ്ങളുടെ അനുഭവം. എനിക്ക് തന്നെ, ഞാൻ മക്ക KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി കൂടിയാണ്. പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ KMCCയുടെ പ്രസിഡന്റ് ആകുമ്പോൾ തന്നെ മക്ക KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയാണ്. പ്രിയപ്പെട്ട തങ്ങൾ കഴിഞ്ഞ വർഷം സൗദി രാജാവിൻ്റെ അതിഥിയായിട്ട് മക്കയിൽ ഹജ്ജിന് വന്നിരുന്നു. ആ സമയത്ത് VIP ഗസ്റ്റായിട്ടാണ് തങ്ങൾ രാജാവിൻ്റെ അതിഥിയായിട്ടാണ് വന്നത്. ആ സമയത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ വലിയ VIP സംവിധാനത്തോടു കൂടി നിൽക്കുമ്പോഴും ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ നേരിൽ കാണാൻ വേണ്ടി തങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഹാജിമാരൊക്കെ മീനായിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ സമയത്ത് ഞങ്ങളും മീനായിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് മക്ക KMCCയുടെ വാഹനത്തിന് മീനായിലേക്ക് പ്രവേശിക്കാൻ പെർമിഷൻ കിട്ടിയിരുന്നില്ല. ആ സമയത്ത് വിഷമത്തോടുകൂടി മക്ക KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ഭാരവാഹികളും അതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകരും ഹജ്ജ് വളണ്ടിയേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളാകെ വിഷമത്തിലാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട തങ്ങളും രാജാവിൻ്റെ അതിഥികളോടുകൂടി ഒന്നിച്ച് തങ്ങൾ താമസിക്കുന്ന ആ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും മീനായിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ഞങ്ങളൊന്നും നോക്കിയില്ല. മക്ക KMCCയുടെ, സൗദി നാഷണൽ KMCCയുടെ പ്രസിഡന്റ് കുഞ്ഞിമോൻ സാഹിബും സൗദി അജ്സെല്ലിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറിയും അജ്സെല്ല് കൺവീനറുമായ മുജീബ് സാഹിബ് പൂക്കോട്ടൂരും, മക്ക KMCCയുടെ സുലൈമാൻ മാളിയേക്കലും മുസ്തഫ മുഞ്ഞക്കുളവും മുസ്തഫ മലയിലടക്കമുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പ്രിയപ്പെട്ട തങ്ങൾ ഇങ്ങനെ മീനായിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ ചെന്നു. തങ്ങൾ ചോദിച്ചു, എല്ലാവരും മീനായിക്ക് പോകുള്ളോ, നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നത്, എന്നെ നാളെയും കണ്ടുകൂടെ എന്ന്. ഞങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട തങ്ങളെ, ഹാജിമാർ മീനായിലേക്ക് പോവുകയാണ്, ഞങ്ങൾക്ക് ആകെ വിഷമത്തിലാണ് തങ്ങളെ. ഹാജിമാർ ഞങ്ങളെയും കാത്ത് മീനായിലുണ്ടാവും, പക്ഷേ ഞങ്ങൾക്ക് ഹാജിമാരെ സഹായിക്കാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാനുള്ള പെർമിഷൻ ഇല്ല തങ്ങളെ. ഞങ്ങളുടെ 4 വാഹനങ്ങൾ അവിടെ സജ്ജമാണ്. ആ വാഹനത്തിനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് സൗദി സർക്കാരിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ
ഞങ്ങളാകെ വിഷമിച്ച് ഞങ്ങളുടെ മുഖം കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഒരുങ്ങിയില്ലേ, നിങ്ങൾ കൂടുതൽ ഒരുക്കത്തിലാണുക. നിങ്ങൾ മീനായിലെ ആജുമാരെത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓരോ ആജുമാരും ആഗ്രഹിക്കുന്നുണ്ട്, KMCCയുടെ പച്ചക്കോട്ടണിഞ്ഞ KMCCയുടെ വളണ്ടിയർ ഒരു കുഞ്ഞിപ്പാത്രത്തിൽ കഞ്ഞുമായി വരും പ്രതീക്ഷിച്ചുകൊണ്ട് ആജുമാർ അവിടെ കാത്തിരിക്കും. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ കൂടുതൽ സജ്ജമാവുക. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ വാഹനങ്ങൾ അവിടെ എത്തും. നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവുക. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും നമുക്ക് സാന്ത്വനം നൽകുന്ന, ആവേശം നൽകുന്ന, നമുക്ക് ഊർജ്ജം നൽകുന്ന വർഷങ്ങളായിട്ട് നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ തങ്ങളുടെ വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായി. എന്നിട്ടും കുഞ്ഞുമോൻ സാഹിബും മുജീബ് സാഹിബും ഞങ്ങളൊന്നായിട്ട് സൗദി KMCCയുടെ അജ്സൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ KP മുഹമ്മദ് കുട്ടി സാഹിബും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അഷ്റഫ് വേങ്ങാട്ട് സാഹിബ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വിഷമത്തോടു കൂടി കുഞ്ഞുമോൻ സാഹിബ് ഇങ്ങനെ വലത് കൈ നെറ്റിയിൽ വെച്ചിട്ട് ആ ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. മക്ക KMCCയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ മൊത്തം മുഖം തോടുന്നിരിക്കുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞുമോൻ സാഹിബിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. താലിയ അബ്ദുൽ മഹീമീൻ താലിൻ തെഹേന എന്ന് പറഞ്ഞിട്ട് അറബിയിൽ സന്ദേശം വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. കുഞ്ഞുമോൻ സാഹിബിന്റെ നമ്പർ, ഏതോ ഒരു നമ്പറാണ്, ഒരിക്കലും സേവ് ചെയ്യാത്ത നമ്പർ. അപ്പോൾ കുഞ്ഞുമോൻ സാഹിബ് ആരാണെന്ന് ചോദിച്ചു. ഞാൻ മഷാഹിർ അൽ മുദീർ അൽ മഷാഹിർ, ഞങ്ങൾ മഷാഹിറിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ വേഗം വരാൻ പറഞ്ഞു മഷാഹിറിലേക്ക്. കുഞ്ഞുമോൻ സാഹിബിന് വണ്ടി കൊടുത്ത് ഞങ്ങൾ പോയി. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് 2 വാഹനത്തിനുള്ള പെർമിഷൻ തരുകയാണ്. ആ വാഹനത്തിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ തന്നു. നിങ്ങൾ പോയിക്കോളൂ, മീനായിലേക്ക് പോവുക. ഞങ്ങൾക്കറിയാം, KMCC എന്ന ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾക്കറിയാം. കേരളത്തിലെ വലിയൊരു സംഘടനയുടെ പ്രവാസി സംഘടന, അതൊക്കെ അവർക്കറിയാം. എന്നിട്ട് 2 വാഹനത്തിന് പെർമിഷൻ തന്നപ്പോൾ പിന്നീട് കുഞ്ഞുമോൻ സാഹിബ് വളരെ താഴ്മയോടുകൂടി ആ ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ്, ഇല്ല, ഞങ്ങൾക്ക് വീണ്ടും ഒരു വാഹനത്തിന് തെസ്രിയ കൂടി തരുമോ? ആത്തീനി അല്ലാഹ് ഖലീഖ് ആത്തീനി വഹ തെസ്രിയ ഥാനി, ഞങ്ങൾക്ക് ദഖൽ മുന, ഞങ്ങൾക്ക് വിനയിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഒരു തെസ്രിയ കൂടി തരുമോ എന്ന്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇനി എന്തിന് തെസ്രിയ തരണം? വീണ്ടും കുഞ്ഞുമോൻ സാഹിബ് പറഞ്ഞു, 200-ലേറെ വളണ്ടിയേഴ്സ് ഹിന്ദ് 200-ലേറെ വളണ്ടിയേഴ്സ് മീനായിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ്, തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വീണ്ടും ഒരു പെർമിഷൻ തന്നു. ആ ബസ്സിന് 200 ആളുകൾക്ക് പോകാനുള്ള, ഓരോ ട്രിപ്പ് അടിച്ചുകൊണ്ട് 200 ആളുകൾ അങ്ങോട്ട് എത്തിക്കാനുള്ള ആ പെർമിഷൻ ഞങ്ങൾക്ക് കേൾച്ചു. വീണ്ടും കുഞ്ഞുമോൻ സാഹിബ് വിട്ടുകൊടുത്തില്ല. വീണ്ടും പറഞ്ഞു, അറഫയിലേക്കും മീനയിലേക്കും മുസ്തലിഫയിലേക്കും അവിടെ തളർന്നിരിക്കുന്ന ആജിമാർക്ക് ഫ്രൂട്ട്സ് കൊണ്ടുകൊടുക്കാൻ, അവർക്ക് ഫ്രൂട്ട്സ് കൊണ്ടുകൊടുക്കാൻ ഞങ്ങൾക്കൊരു വാഹനത്തിൻ്റെ പെർമിഷൻ കൂടി തരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം 4ാമത്തെ വാഹനത്തിൻ്റെ പെർമിഷൻ ഞങ്ങൾക്ക് തന്നു. ആ വാഹനങ്ങളുമായി ഞങ്ങൾ മീനായിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പൊന്നു തങ്ങള് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നിങ്ങൾ പോവുക, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങളും മീനായിലെത്തുമെന്ന് തങ്ങൾ പറഞ്ഞ ആ വാക്ക്, ആ പ്രതീക്ഷ, അതാണ് കേരളത്തിൻ്റെയും പ്രതീക്ഷ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മൾ പാണക്കാട് ആ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് നമ്മൾ ഓടിയെത്തും. ആ ഒരു വാക്കിന് വേണ്ടി, ആ ഒരു പ്രതീക്ഷ, ആ ഒരു വാക്കാണ് നമ്മളുടെ പ്രതീക്ഷ. അതാണ് നമുക്ക് ആ KMCCയുടെ പ്രവർത്തകർക്കും അന്നുണ്ടായിരുന്ന പ്രതീക്ഷ. അൽഹംദുലില്ലാഹ്, ആ വർഷം മുൻ വർഷങ്ങളിലൊക്കെ ചെയ്തതിൽ കൂടുതൽ മീനായിലെ 1000കണക്കിന് കിലോ അരി വെച്ച് ആജിമാർക്ക് കൊടുക്കാൻ മക്ക KMCC അജ്സൽ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അതൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. നമ്മുടെ മുമ്പിൽ വയനാട് സംഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. നമ്മുടെ സ്വാഗത പ്രസംഗകൻ നസീം സാഹിബ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ പെരുവള്ളൂർ പഞ്ചായത്ത് ഗ്ലോബൽ KMCCയുടെ പ്രവർത്തകര് വിദേശത്തിരുന്നു കൊണ്ട്, വിവിധ രാഷ്ട്രങ്ങളിലിരുന്നു കൊണ്ട് ഈ ഒരു ചടങ്ങിന്റെ ലൈവ് പ്രോഗ്രാം കാണുന്ന ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. ഞാനും നസീം സാഹിബും മാതാപുഴ മുഹമ്മദ് സാഹിബും അതുപോലെ തന്നെ VP അമിത് മാസ്റ്ററുമൊക്കെ ഈ ഒരു ചടങ്ങിന്റെ ഡേറ്റ് കുറിക്കാൻ വേണ്ടി പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ ചെന്നപ്പോൾ പ്രിയപ്പെട്ട തങ്ങള് 6-ാം തീയതി ഡേറ്റ് കുറിച്ചപ്പോൾ അന്ന് മുതൽ ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങളോടൊത്തൊരുമ നിന്ന പ്രിയപ്പെട്ട ഗ്ലോബൽ KMCCയുടെ പ്രവർത്തകര്, ഗഫൂർ ചൊക്ലി, ഷഫീഖ് അടക്കമുള്ള ഗ്ലോബൽ KMCCയുടെ പ്രവർത്തകര് ഈ ലൈവ് പ്രോഗ്രാം കാണുന്നുണ്ട്. അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനൊരു വമ്പിച്ച പ്രോഗ്രാം നടത്താൻ നമുക്ക് സാധിച്ചത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പ്രോഗ്രാമുമായി സഹകരിച്ച എല്ലാവരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക്, പാണക്കാട് സയ്യിദ്